PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 27 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിന്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് പോയിന്റ്, ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷിക ആഘോഷങ്ങൾക്ക് എന്നാണ് തുടക്കം കുറിച്ചത്? 2025 നവംബർ 7-ന്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് 2025 നവംബർ 7-നാണ് കേട്ടോ. 1875 നവംബറിൽ അക്ഷയ നവമി ദിനത്തിൽ രചിച്ചതെന്ന് കരുതുന്നതിനാലാണ് നവംബർ 7-ന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമാണിത് കേട്ടോ. 1896-ൽ ബങ്കിം ചന്ദ്രയുടെ വിയോഗത്തിന് 2 വർഷത്തിനു ശേഷം കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേമാതരം ആലപിച്ചു. അപ്പോൾ 1875 നവംബർ അക്ഷയ നവമി ദിനത്തിൽ രചിച്ചതെന്ന് കരുതുന്നതിനാലാണ് നവംബർ 7-ന് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമാണിത്. 1896-ൽ ബങ്കിം ചന്ദ്രയുടെ വിയോഗത്തിന് 2 വർഷത്തിന് ശേഷമാണ് കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന് രവീന്ദ്രനാഥ ടാഗോർ സ്വന്തം ഈണത്തിൽ വന്ദേമാതരം ആലപിച്ചു. 1905-ലെ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ ഗാനമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിന് വിലക്കേർപ്പെടുത്തി. 1905-ലെ ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രക്ഷോഭത്തിൽ വന്ദേ മാതരം പ്രതിഷേധത്തിൻ്റെ ഗാനമായി ഉയർന്നപ്പോൾ ബ്രിട്ടീഷ് ഭരണകൂടം അതിന് വിലക്കേർപ്പെടുത്തി. 1909-ൽ അരവിന്ദ് ഘോഷ് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി. അപ്പോൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരവിന്ദ് ഘോഷാണ് 1909 കേട്ടോ. 1950 ജനുവരി 24-ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചു. അപ്പോൾ 1950 ജനുവരി 24-നാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരം ദേശീയ ഗീതമായിട്ട് അംഗീകരിച്ചത്. ന്യൂയോർക്ക്, അതായത് US നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആദ്യ മുസ്ലിം മേയറാണ് സൊഹ്റാൻ മംദാനി. ഇന്ത്യൻ വംശജനും ആഫ്രിക്കയിൽ ജനിച്ച വ്യക്തിയുമാണ് മംദാനി. ഇന്ത്യൻ വംശജനാണ്, ആഫ്രിക്കയിൽ ജനിച്ച വ്യക്തിയാണ് കേട്ടോ മംദാനി. ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ 1892-ന് ശേഷമുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് കേട്ടോ. 1892-ന് ശേഷം ന്യൂയോർക്കിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ് കേട്ടോ. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇടതുപക്ഷക്കാരനാണ് 34-കാരനായ മംദാനി. ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഇടതുപക്ഷക്കാരനായ 34-കാരനായ മംദാനി കേട്ടോ. ഇസ്രയേൽ അറബ് ഇസ്ലാമിക ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി 2020-ൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപെട്ട് രൂപം കൊടുത്ത അബ്രഹാം ഉടമ്പടിയിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് കസാഖ്സ്ഥാൻ. ഇസ്രയേൽ അറബ് ഇസ്ലാമിക ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായിട്ട് 2020-ൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യ സർക്കാർ ഇടപെട്ടിട്ട് രൂപം കൊടുത്ത അബ്രഹാം ഉടമ്പടിയിൽ ഏറ്റവും ഒടുവിൽ അംഗമായത് കസാഖ്സ്ഥാൻ. USA, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നിവയാണ് മുൻപ് ഇസ്രയേലുമായി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. USA, ബഹ്റൈൻ, മൊറോക്കോ, സുഡാൻ എന്നിവയാണ് മുൻപ് ഇസ്രയേലുമായി അബ്രഹാം ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഇന്ത്യൻ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7-ന് ആഘോഷിച്ചത്? 100-ാമത്. ഇന്ത്യൻ ഹോക്കിയുടെ എത്രാമത് വാർഷികമാണ് 2025 നവംബർ 7-ന് ആഘോഷിച്ചത്? 100-ാമത്. 1925 നവംബർ 7-നാണ് മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. അപ്പോൾ 1925-ലാണ് നവംബർ 7-ന് കേട്ടോ മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിച്ചു. 100-ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നു കേട്ടോ. അപ്പോൾ 100-ാം വാർഷികം, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ്റെ 100-ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ നടന്നു. ഹോക്കിയിൽ ഇന്ത്യ ഇതിനകം 8 ഒളിമ്പിക്സ് സ്വർണവും 1 ലോകകപ്പും 1975-ൽ നേടിട്ടോ. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലവും നേടിയിരുന്നു. ഇപ്പോൾ ഹോക്കിയിൽ ഇന്ത്യ ഇതിനകം 8 ഒളിമ്പിക്സ് സ്വർണവും 1 ലോകകപ്പും 1975-ൽ നേടി. ഇക്കഴിഞ്ഞ 2 ഒളിമ്പിക്സിലും വെങ്കലവും നേടി. 2025 നവംബർ 4-ന് ഏത് ബംഗാളി ചലച്ചിത്ര സംവിധായകൻ്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു? ഹൃതിക് കട്ടക്കിൻ്റെ കേട്ടോ. 2025 നവംബർ 4-ന് ഏത് ബംഗാളി ചലച്ചിത്ര സംവിധായകൻ്റെ ജന്മശതാബ്ദി ദിനമായിരുന്നു? ഹൃതിക് കട്ടക്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഢാക്കയിൽ 1925 നവംബർ 4-നാണ് ഇദ്ദേഹം ജനിച്ചത് കേട്ടോ. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ ഢാക്കയിൽ 1925 നവംബർ 4-ന് ജനനം.
കഥകളും നാടകങ്ങളും രചിച്ച് ശ്രദ്ധ നേടിയ കട്ടക്ക് ബിമൽ റായിയുടെ സഹായിയായി ചലച്ചിത്ര രംഗത്തെത്തി. ആദ്യ ചിത്രം നാഗരിക് 1952 സംവിധാനം ചെയ്തെങ്കിലും 1977 മാത്രമാണ് പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ കഥകളും നാടകങ്ങളും രചിച്ച് ശ്രദ്ധ നേടിയ കട്ടക്ക് ബിമൽ റായിയുടെ സഹായിയായിട്ട് ചലച്ചിത്ര രംഗത്തെത്തിയെങ്കിലും ആദ്യ ചിത്രം നാഗരിക് 1952 സംവിധാനം ചെയ്തു എങ്കിലും 1977 മാത്രമാണ് പുറത്തിറങ്ങിയത്. അജാന്തിക് ബാരി ദേഖെ പാലിയോ, കോമൾ ഗന്ധാർ, സുബർണ രേഖ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. അജാന്തിക് ബാരി ദേഖെ പാലിയോ, കോമൾ ഗാന്ധാർ, സുബർണ രേഖ തുടങ്ങിയവയാണ് പ്രധാന സിനിമകൾ. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈസ് പ്രിൻസിപ്പലായിരുന്നു. ഹിന്ദി ചലച്ചിത്രമായ മധുമതി 1958 മുസഫിർ, രാജകന്യ തുടങ്ങിയവയ്ക്ക് തിരക്കഥ രചിച്ചു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വൈസ് പ്രിൻസിപ്പലായിരുന്നു. പിന്നെ ഹിന്ദി ചലച്ചിത്രമായ മധുമതി 1958 മുസഫിർ, രാജകന്യ തുടങ്ങിയവയ്ക്ക് തിരക്കഥ രചിച്ചു. ചലച്ചിത്ര സംബന്ധിയായി രചിച്ച കൃതിയാണ് സിനിമ ആൻഡ് ഐ. 1976 ഫെബ്രുവരി 6 അന്തരിച്ചു കേട്ടോ. 1976 ഫെബ്രുവരി 6 ഇദ്ദേഹം അന്തരിച്ചു. കേരളത്തിൽ കയർ ദിനം ആചരിക്കുന്നത് നവംബർ 5 കേട്ടോ. കേരളത്തിൽ കയർ ദിനം ആചരിക്കുന്നത് നവംബർ 5. 2025 ഡബോറ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ശരണ്യമൂർത്തി. 2025 ഡബോറ റോജേഴ്സ് പുരസ്കാരം നേടിയ മലയാളി ശരണ്യമൂർത്തി. പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രാത്രി എന്ന നോവലിനാണ് പുരസ്കാരം. 10,000 പൗണ്ടാണ് സമ്മാനത്തുക. അപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത രാത്രി എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 10,000 പൗണ്ടാണ് സമ്മാനത്തുക. 2015 സാഹിത്യ ഏജന്റ് ഡബോറോ റോജേഴ്സിൻ്റെ സ്മരണാർത്ഥമാണ് ആദ്യ പുസ്തകം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ പുരസ്കാരം ഏർപ്പെടുത്തിയത്. 2015 സാഹിത്യ ഏജന്റ് ഡബോറോ റോജേഴ്സിൻ്റെ സ്മരണാർത്ഥമാണ് ആദ്യ പുസ്തകം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെ പുരസ്കാരം ഏർപ്പെടുത്തിയത്. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ നഗരത്തിൻ്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. മഹാരാഷ്ട്രയിലെ സാംഗ്ലി ജില്ലയിലെ ഇസ്ലാംപൂർ നഗരത്തിൻ്റെ പുതിയ പേരാണ് ഈശ്വർപൂർ. ഔറംഗാബാദ് ഛത്രപതി സംഭാജി നഗർ. ഔറംഗാബാദിൻ്റെ പേര് ഛത്രപതി സംഭാജി നഗർ. ഉസ്മാനാബാദിൻ്റെത് ധാരാശിവ്. അഹമ്മദ് നഗറിൻ്റെ അഹല്യ നഗർ എന്നിങ്ങനെ പേര് മാറ്റിയിരുന്നു. അപ്പോൾ ഔറംഗാബാദിൻ്റെ ഛത്രപതി സംഭാജി നഗർ, ഉസ്മാനാബാദിൻ്റെ ധാരാശിവ്, അഹമ്മദ് നഗറിൻ്റെ അഹല്യ നഗർ എന്നിങ്ങനെ പേര് മാറ്റിയിരുന്നു. അടുത്തിടെ അന്തരിച്ച ഡിക് ചെനി 84 വയസ്സ്. US ഏത് പദവി വഹിച്ച വ്യക്തിയാണ്? വൈസ് പ്രസിഡന്റ്. അടുത്തിടെ അന്തരിച്ച ഡിക് ചെനി US ഏത് പദവി വഹിച്ച വ്യക്തിയാണ്? വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റുമാരായ ജോർജ് H.W. ബുഷിൻ്റെ പ്രതിരോധ സെക്രട്ടറിയും മകൻ ജോർജ് W. ബുഷിൻ്റെ കാലത്തെ വൈസ് പ്രസിഡന്റും ആയിരുന്നു 2001-2009 കാലഘട്ടത്തിൽ കേട്ടോ. പ്രസിഡന്റുമാരായ ജോർജ് H.W. ബുഷിൻ്റെ പ്രതിരോധ സെക്രട്ടറിയും മകൻ ജോർജ് W. ബുഷിൻ്റെ കാലത്തെ വൈസ് പ്രസിഡന്റും 2001-2009 ആയിരുന്നു കേട്ടോ. 2003 ഇറാഖ് അധിനിവേശത്തിൻ്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയായിരുന്നു. US ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റായി വിലയിരുത്തപ്പെടുന്നു കേട്ടോ. അപ്പോൾ 2003 ഇറാഖ് അധിനിവേശത്തിൻ്റെ സൂത്രധാരന്മാരിൽ പ്രധാനിയായിരുന്നു. മാത്രമല്ല US ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ വൈസ് പ്രസിഡന്റായിട്ടും വിലയിരുത്തപ്പെടുന്നുണ്ട്. പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരത് ശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി കൂടിയാണ് ഇദ്ദേഹം. പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരത് ശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി ആണ് ഇദ്ദേഹം കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് ആരാണെന്ന് പറഞ്ഞത്? വാപ്പാല ബാലചന്ദ്രൻ കേട്ടോ. അതായത് പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരത് ശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി ആരാന്നാണ് പറഞ്ഞത്? വാപ്പാല ബാലചന്ദ്രൻ കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. പ്രതിരോധ പഠന ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായി ഭാരത് ശക്തി ഏർപ്പെടുത്തിയ പ്രതിരോധ രംഗത്തെ മികവിനുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ മലയാളി വാപ്പാല ബാലചന്ദ്രൻ. ഒറ്റപ്പാലം സ്വദേശിയായ ഇദ്ദേഹം റോയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറിയും മഹാരാഷ്ട്ര കേഡർ മുൻ IPS ഉദ്യോഗസ്ഥനുമാണ് കേട്ടോ. ഒറ്റപ്പാലം സ്വദേശിയായ ഇദ്ദേഹം റോയുടെ മുൻ സ്പെഷ്യൽ സെക്രട്ടറിയും മഹാരാഷ്ട്ര കേഡർ മുൻ IPS ഉദ്യോഗസ്ഥനുമാണ്. ആഗോളതാപനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബെലേം, ബ്രസീലിൽ കേട്ടോ. ആഗോളതാപനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബെലോം, ബ്രസീലിൽ കേട്ടോ.
COP13 എന്നാണ് അതിൻ്റെ ഷോർട്ട്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്നാണ് കേട്ടോ 13. ഓക്കെ. അപ്പോൾ ആഗോളതാപനം കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ 30ാമത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി COP13 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് 13 നടന്നത് എവിടെയാണ്? ബെലോം, ബ്രസീൽ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടിൻ്റെ ഓരത്ത് ആമസോൺ നദിക്കരയിലാണ് ബെലോം. 2025 നവംബർ 10 ആരംഭിച്ച ഉച്ചകോടി 21 സമാപിച്ചു. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന ആമസോൺ മഴക്കാടിൻ്റെ ഓരത്ത് ആമസോൺ നദിക്കരയിലാണ് ബെലോം. 2025 നവംബർ 10 ആരംഭിച്ച ഉച്ചകോടി 21 സമാപിച്ചു. ബ്രസീലിൻ്റെ പരിസ്ഥിതി മന്ത്രി കൂടിയായ COP13 പ്രസിഡന്റ് ആന്ത്രോ കൊറേയ ഡോ ലോഗോ അധ്യക്ഷത വഹിച്ചു. ബ്രസീലിൻ്റെ പരിസ്ഥിതി മന്ത്രി കൂടിയായ COP13 പ്രസിഡന്റ് ആന്ത്രോ കൊറേയ ഡോ ലാഗോ അധ്യക്ഷത വഹിച്ചു. മാലദ്വീപിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേര് ഹനിമതു. മാലദ്വീപിൽ ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. പേരെന്താണ്? ഹനിമതു. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെടുന്ന നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം 2025 നേടിയത് ഡേവിഡ് സൊല്ലോ, ഹംഗറി എന്ന ബുക്കിനായിരുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ രചിക്കപ്പെട്ട നോവലുകൾക്ക് ബ്രിട്ടൻ നൽകുന്ന മാൻ ബുക്കർ പുരസ്കാരം 2025 നേടിയത് ഡേവിഡ് സൊല്ലോ, ഹംഗറി. ഫ്ലഷ് എന്ന നോവലിനാണ് പുരസ്കാരം. 50,000 പൗണ്ട്, ഏകദേശം 58 ലക്ഷം രൂപ സമ്മാനത്തുകയായിട്ട് ലഭിക്കും. അതായത് ഫ്ലഷ് എന്ന നോവലിനാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഡേവിഡ് സൊല്ലോ ഹംഗറിക്കാരനാണ്. ഫ്ലഷ് എന്ന നോവലിൻ്റെ പേര് ഫ്ലഷ് എന്നാണ് കേട്ടോ. എന്ന നോവലിനാണ് പുരസ്കാരം. 50,000 പൗണ്ട്, ഏകദേശം 58 ലക്ഷം രൂപ സമ്മാനത്തുകയായിട്ട് ലഭിക്കും. 2024 പുരസ്കാരം ഇംഗ്ലീഷ് എഴുത്തുകാരനായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനായിട്ടോ. 2024 പുരസ്കാരം ഇംഗ്ലീഷ് എഴുത്തുകാരനായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന നോവലിനായിരുന്നു. 2025 ഡൈറ്റൺ സാഹിത്യ സമാധാന സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദി. 2025 ഡൈറ്റൺ സാഹിത്യ സമാധാന സമ്മാന ജേതാവ് സൽമാൻ റുഷ്ദി. ബ്രിട്ടീഷ് ഇന്ത്യ സാഹിത്യകാരനായ റുഷ്ദി ആജീവനാന്ത സംഭാവനയ്ക്കാണ് പുരസ്കാരം കേട്ടോ. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യ സാഹിത്യകാരനായ റുഷ്ദിക്ക് ആജീവനാന്ത സംഭാവനയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. 3 ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ട ബാൾക്കൺ യുദ്ധത്തിന് അന്ത്യം കുറിച്ച 1995 സമാധാന ഉടമ്പടിക്ക് ഇടയാക്കിയ ചർച്ച നടന്ന സ്ഥലമാണ് ഡൈറ്റൺ. ഈ ഉടമ്പടിയുടെ സൂത്രധാരനായ US നയതന്ത്രജ്ഞൻ റിച്ചർഡ് C. ഹോം ബ്രൂക്കിൻ്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. അപ്പോൾ 3 ലക്ഷത്തിലേറെ പേർ കൊല്ലപ്പെട്ട ബാൾക്കൺ യുദ്ധത്തിന് അന്ത്യം കുറിച്ച 1995 സമാധാന ഉടമ്പടിക്ക് ഇടയാക്കിയ ചർച്ച നടന്ന സ്ഥലമാണ് ഡൈറ്റൺ. ഈ ഉടമ്പടിയുടെ സൂത്രധാരനായ US നയതന്ത്രജ്ഞൻ റിച്ചർഡ് C. ഹോം ബ്രൂക്കിൻ്റെ പേരിലാണ് പുരസ്കാരം നൽകുന്നത്. മനുഷ്യാവകാശ ദംശനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ അന്തരിച്ച ഇന്തോനേഷ്യൻ മുൻ പ്രസിഡന്റ് സുഹാർത്തോയ്ക്ക് ആ രാജ്യം അടുത്തിടെ നൽകിയ ബഹുമതിയാണ് ദേശീയ നായകൻ. മനുഷ്യാവകാശ ദംശനങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ അന്തരിച്ച ഇന്തോനേഷ്യൻ മുൻ പ്രസിഡന്റ് സുഹാർത്തോയ്ക്ക് ആ രാജ്യം അടുത്തിടെ നൽകിയ ബഹുമതിയാണ് ദേശീയ നായകൻ. ഈ ഒരു ബോക്സിൽ കുറച്ച് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, അതും കൂടി നോക്കാം കേട്ടോ. DNA ഘടന കണ്ടെത്തിയ ശാസ്ത്രജ്ഞനെ കുറിച്ചാണ് പറയുന്നത്. DNA ഇരട്ടപ്പിരിയൻ ഘടന അഥവാ ഡബിൾ ഹെലിക്സ് കണ്ടെത്തിയതിലൂടെ ശ്രദ്ധേയനായ ശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ജെയിംസ് വാട്സൺ. 97 വയസ്സാണ്. DNA ഇരട്ടപ്പിരിയൻ ഘടന അഥവാ ഡബിൾ ഹെലിക്സ് കണ്ടെത്തിയതിലൂടെ ശ്രദ്ധേയനായ ശാസ്ത്രജ്ഞൻ അടുത്തിടെ അന്തരിച്ചു. പേര് ജെയിംസ് വാട്സൺ, 97 വയസ്സ്. 1958 25-ാം വയസ്സിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് DNA ഘടന കണ്ടെത്തിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ഈ കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ 1962 ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനുമൊപ്പം വാട്സൺ വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചു. ക്രിക്കും വിൽക്കിൻസും 2004 അന്തരിച്ചു കേട്ടോ. അപ്പോൾ 1953 25-ാം വയസ്സിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രിക്കിനൊപ്പം ചേർന്നാണ് DNA ഘടന കണ്ടെത്തിയത്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും മഹത്തായ ഈ കണ്ടുപിടുത്തത്തിൻ്റെ പേരിൽ 1962 ക്രിക്കിനും മോറിസ് വിൽക്കിൻസിനുമൊപ്പം വാട്സന് വൈദ്യശാസ്ത്ര നോബൽ ലഭിച്ചു. ക്രിക്കും വിൽക്കിൻസും 2004 അന്തരിക്കുകയും ചെയ്തു. ഹ്യൂമൻ ജീനോമിൻ്റെ പിതാവ് എന്ന് വാട്സൺ വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ഹ്യൂമൻ ജീനോമിൻ്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് വാട്സൺ. 1928 ഏപ്രിൽ 6 US അപ്പോൾ ഹ്യൂമൻ ജീനോമിൻ്റെ പിതാവ് എന്ന് വാട്സൺ വിശേഷിപ്പിക്കപ്പെടുന്നു. 1928 ഏപ്രിൽ 6 US ഷിക്കാഗോയിൽ ജനിച്ചു. പിന്നെ ഡബിൾ ഹെലിക്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ കേട്ടോ. ഡബിൾ ഹെലിക്സ് ആണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ.
ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഡിസംബർ 27 പുറത്തിറങ്ങിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ എല്ലാ പോയിന്റുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്